നമസ്കാരം, വിജയാണ്. നമ്മൾ ഒരു പെൺകുട്ടിയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ചെറുപ്പം തൊട്ട് തന്നെ അവരെ ഒരു നല്ല ഭക്ഷണ ശീലത്തിലേക്ക് കൊണ്ടുവരണം എന്ന് നിർബന്ധം പിടിക്കേണ്ട ഒരു അവസ്ഥ നിലവിലുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ പണ്ട് കാലത്ത് ഒരു ഒരു പെൺകുട്ടിയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ നാട്ടിൽ കിട്ടുന്ന അത്യാവശ്യം എല്ലാ സാധനങ്ങളും, അതായത് ഇപ്പോൾ ഒരു ചക്ക ആയിക്കോട്ടെ, ഒരു മാങ്ങ ആയിക്കോട്ടെ, ചക്കക്കുരു ആയിക്കോട്ടെ, പിന്നെ ഇപ്പം പൈനാപ്പിള്, നമ്മുടെ നാട്ടിൽ ഉള്ള എല്ലാ സാധനങ്ങളും, അതിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് കിട്ടിയാണെങ്കിലും സീസണൽ ഫ്രൂട്ട്സ്, സീസണൽ ആയിട്ടുള്ള ധാന്യങ്ങൾ, ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി പോരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിപ്പോൾ പെൺകുട്ടിയുടെ കാര്യത്തിലായാലും ആൺകുട്ടിയുടെ കാര്യത്തിലായാലും. പക്ഷെ ഇന്ന് നമ്മൾ ഈ നാട്ടിൻപുറത്തുള്ള ജീവിതം വളരെ കുറയുകയും ആളുകൾ പട്ടണത്തിലേക്ക് താമസം മാറുകയും ചെയ്തതോടുകൂടി ഒരു കൺസ്യൂമർ ലൈനിലാണ് അവരുടെ ജീവിതം. അതായത് എന്താണോ അവർ പോകുമ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത് അത് വാങ്ങി ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സീസണൽ അൺസീസണൽ എന്നൊന്നും ഇപ്പം ഇല്ല. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ഏത് വില കൊടുത്തും വാങ്ങിക്കാൻ കിട്ടുന്നത് പോലെ അല്ലെങ്കിൽ ലഭ്യമാവുന്നത് പോലെ വിപണിയിൽ ഇന്ന് എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ട്. സീസണലി കിട്ടാത്ത സാധനങ്ങൾ അല്ലെ അൺസീസണലും സീസണലായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങൾ ധാരാളമായി അവർക്ക് ലഭിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ സീസണിൽ കിട്ടുന്ന ഒരു ഫ്രൂട്ട്, ഇപ്പൊ എക്സാമ്പിളിന് നമ്മുടെ ചക്ക അല്ലെങ്കിൽ നമ്മുടെ മാങ്ങ, ഇതൊക്കെ നമുക്ക് ചൂട് കാലത്താണ് അധികമായി കിട്ടുന്നത്, അല്ലെ? നമ്മുടെ സമ്മറിലാണ് നമുക്ക് ഇതൊക്കെ കിട്ടുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ഫ്രൂട്ട് ആ കാലത്ത് കഴിക്കുക എന്നുള്ളതാണ് പ്രകൃതി നിയമം. അപ്പൊ നമ്മൾ ഒരു ചക്ക ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഇപ്പൊ നമ്മുടെയൊക്കെ ഇപ്പൊ ഉദാഹരണമായിട്ട് എൻ്റെ ഒരു ബാല്യകാലം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വീട്ടിലൊരു ചക്ക ഉണ്ടായ അതിനെ പകുത്ത് ഒരു 10 കഷ്ണമാക്കി എല്ലാ വീടുകളിലേക്കും കൊടുക്കും. എല്ലാ വീടുകളിലേക്കും ഈ ചക്ക എത്തുന്നു, നമ്മൾ ചക്കപ്പുഴുക്കുണ്ടാക്കുന്നു. ഒരു സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി വീട്ടിൽ വന്ന് പറയുമായിരുന്നു, വീട്ടിലോട്ട് ഇപ്പൊ പോകാൻ മേല, രാവിലെ ചക്ക വേവിച്ചത്, ഉച്ചയ്ക്ക് ചക്കക്കുരു കറി, വൈകിട്ട് ചക്കപ്പഴം കൊണ്ടുള്ള അട. അപ്പൊ ഇങ്ങനെ ഈ ചക്ക വിഭവങ്ങൾ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാമോ അതെല്ലാം ഉണ്ടാക്കും. മാങ്ങയുടെ ഒരു സമയത്ത് കഴിഞ്ഞാൽ ഈ ചക്കയും മാങ്ങയും മുരിങ്ങക്കയൊക്കെ ഏകദേശം ഒരു സമയത്ത് കിട്ടുന്നതുകൊണ്ട് ഒട്ടുമിക്ക വീട്ടിലും ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്ക കറിയാണ്. പിന്നെ ചക്ക വേവിച്ചിട്ടുണ്ടാവും. ഭയങ്കര രുചിയുള്ള ഒരു ഒരു ഫ്രൂട്ടായിട്ട് കഴിച്ചാലും രുചിയാണ്. അതായത് അതിൻ്റെ റോ രീതിയിലും രുചികരമായ ഒരു വിഭവങ്ങൾ നമുക്കുണ്ടാക്കാവുന്ന ഒരു ഫലമാണ് ചക്ക. അപ്പം ഇതൊക്കെ നമുക്ക് അന്ന് കിട്ടിയപ്പോൾ ഒരു 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 ശൈശവത്തിലും ഒരു ബാല്യത്തിലും അല്ലെങ്കിൽ അവരുടെ യൗവനത്തിലും എല്ലാം നമ്മൾക്ക് കിട്ടേണ്ട ഒത്തിരി ഫൈബർ, മിനറൽ, പ്രോട്ടീൻ എല്ലാം നമുക്ക് കിട്ടിപ്പോന്നിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ചക്കക്കുരു സെലീനിയം റിച്ച് ആണ്. സെലീനിയം എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിന് ആവശ്യം വേണ്ട ഒരു ഘടകമാണ് സെലീനിയം. നമ്മൾ ഈ ചക്കക്കുരുവിൻ്റെ ആ ഒരു ഫൈബർ കളയാതെ തന്നെ കറി വെക്കണം എന്നുള്ളതാണ്. നമ്മളത് തൊലിച്ച് അതെങ്ങനെ ചുരണ്ടി കളയേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്കത് കറി വെച്ച് കഴിക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെ നമ്മൾ കഴിക്കുന്നു. ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു വീട്ടിൽ വാഴ വെട്ടിയാൽ ആ വാഴയുടെ കുടപ്പൻ നമുക്ക് കിട്ടും. വാഴത്തണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ണിത്തണ്ടെന്ന് പറയും, പലരും പല രീതിയിൽ പറയും. ഇതെല്ലാം കിട്ടും. ഇതിനെയൊക്കെ നമ്മൾ പയറ് വെച്ച് കറി വെക്കുന്നു, അല്ലെങ്കിൽ പയറല്ലാതെ തോരനായിട്ട് വെക്കുന്നു. അതുപോലെ തന്നെ അന്ന് താള്, തകര, ഈ വക ഭക്ഷണ അതായത് ഇലക്കറികൾ എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു സമീകൃതം ആയ ആഹാരം കഴിച്ചു വളർന്ന ഒരു തലമുറയായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. അല്ലെ ഇപ്പോൾ 50കളിലേക്കോ ഒരു മാക്സിമം 40കളിലേക്കോ എത്തി നിൽക്കുന്നത്. പക്ഷെ ഇന്ന് നിലവിൽ ഇതൊന്നും കഴിക്കാതെ വളരുന്ന, ഒരു വാഴപ്പിണ്ടി തോരൻ വെക്കാൻ പോലും മടി കാണിക്കുന്ന ഒരു വീട്ടുകാരായിരിക്കാം ചിലപ്പോൾ. പട്ടണം ഒന്നിനും സമയമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ഇനി ഒരു കുട്ടി ഒരു സ്വാഭാവികമായിട്ടുള്ള അവരുടെ ആർത്തവ ചക്രത്തെയും ഗർഭകാലത്തെയും കൊണ്ടുപോകേണ്ടതെന്നുള്ളത് വലിയൊരു ആശങ്ക ഉയർത്തുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കുട്ടികളിൽ ക്രമം തെറ്റിയ ആർത്തവം, ഗർഭിണിയാകാനുള്ള ബുദ്ധിമുട്ട്, ആയിക്കഴിഞ്ഞാൽ ആ കാലഘട്ടങ്ങളിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, പ്രസവത്തോടനുബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ട്, അത് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട്, മെനോപോസ്, ഇങ്ങനെ തുടങ്ങി, അതായത് ഒരു സ്ത്രീയുടെ ജീവിതത്തെ പല ഘട്ടങ്ങളിലാക്കി ഇതിനെയെല്ലാം ചില മെഡിക്കൽ ടേംസിലേക്ക് കെട്ടിക്കൊണ്ട് ഇപ്പോൾ അതിനെല്ലാം ഒരു കച്ചവടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെ നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം നിങ്ങളുടെ കുട്ടിയെ രക്ഷിക്കാം, നിങ്ങൾക്ക് രക്ഷപ്പെടാം? 2-3 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മരുന്ന് തന്നെയാക്കി കണ്ട് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് ജീവിച്ചു പോകുക അത്ര എളുപ്പമല്ല.
അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു കുട്ടി ചെറുപ്പകാലത്തിൽ അതിനിപ്പോ നമ്മൾ തവിടുള്ള അരിയുടെ ഒരു ചോറ് കൊടുക്കുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വേറൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകരുത്. കുട്ടികളെ പരിശീലിപ്പിക്കണം എങ്ങനെയാണ് തവിടുള്ള അരിയുടെ ചോറ് കൊടുക്കുക, ഇലക്കറികൾ നിർബന്ധമായും ഉൾപ്പെടുത്തുക, സീസണലി കിട്ടുന്ന സാധനങ്ങൾ അതിൽ ഉൾപ്പെടുത്തുക, ചക്ക, മാങ്ങ, ചക്കക്കുരു, ഇലക്കറികൾ എല്ലാം അതിൽ ഉൾപ്പെടുത്തുക. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഭക്ഷണത്തെ മിതമാക്കി കൊണ്ട് പരിശീലിപ്പിക്കുക. അതായത് അൺടൈമിൽ, അതായത് ഇപ്പൊ നമ്മുടെ മോള് രാത്രി 12:30 ഒരു ഫുഡ് വേണമെന്ന് ഒരിക്കലും എൻകറേജ് ചെയ്യാൻ പാടില്ല. കുട്ടികൾക്ക് കൃത്യമായി ഒരു ഭക്ഷണക്രമം ചെറുപ്പത്തിലെ നമ്മൾ കൊണ്ടുപോവുക. അത് ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും. ഒബിസിറ്റി കാരണം ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൺകുട്ടികളുണ്ട്, ഒബിസിറ്റി കാരണം ബുദ്ധിമുട്ടുന്ന പെൺകുട്ടികളുമുണ്ട്. നമ്മുടെ മെറ്റാബോളിസം കറക്റ്റായി പോയാൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ഈ പറയുന്ന അമിതവണ്ണവും അതുമൂലം ഉള്ള മറ്റു രോഗങ്ങളും നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഒരു സമീകൃത ആഹാരം ഒരു പെൺകുട്ടിക്കും അല്ലെങ്കിൽ അവളുടെ വളർച്ചയുടെ കാലഘട്ടത്തിലും ഒരു ആൺകുട്ടിക്കും കൊടുക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ, മജോറിറ്റി ഓഫ് മീലിൽ നമ്മൾ പച്ചക്കറിയെയും പഴങ്ങളെയും മുളപ്പിച്ച ധാന്യങ്ങളെയും സീഡ്സിനെയും ഉൾപ്പെടുത്തുക. നിങ്ങൾ രാവിലെ ഒരു കുട്ടിക്ക് രാവിലെ എന്തെങ്കിലും ഒരു പഴം ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞ് അവർ പിന്നെ കഴിവതും മുളപ്പിച്ച പയറോ കടലയോ ഉപയോഗിച്ചുകൊണ്ട് കറികൾ, കുമ്പളങ്ങ മത്തങ്ങ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കറികൾ, തേങ്ങ അരച്ചിട്ടുള്ള കറികളൊക്കെ രാവിലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഉച്ചയ്ക്ക് ചെറിയ ഒരളവിലെ ചോറ്, അത് തവിടുള്ള അരിയുടെ ചോറ്, കുറച്ച് സാലഡുകൾ, കുറച്ച് മുളപ്പിച്ച ധാന്യങ്ങൾ, അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു ഇലക്കറിയും ഉൾപ്പെടുത്താൻ നോക്കുക. വൈകുന്നേരം അവർക്ക് എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ ഒരു ഫ്രൂട്ട് കട്ടോ അല്ലെങ്കിൽ ഒരു ജ്യൂസോ കൊടുക്കുക. രാത്രി 7 മണിയോടുകൂടി കഞ്ഞി, ഏറ്റവും ബെസ്റ്റായിട്ട് ഒരു കുട്ടിക്ക് സുഖമായ ഉറക്കത്തിനും രാവിലെയുള്ള കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെയുള്ള അവരുടെ കാര്യങ്ങൾ നടക്കുന്നതിനും എല്ലാം കഞ്ഞി ബെസ്റ്റാണ്. അപ്പോൾ ഈ കഞ്ഞിയുടെ കൂടെ നമ്മൾ വെജിറ്റബിൾസും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് ഒരു ചെറിയ ചമ്മന്തി, ഒരു നെല്ലിക്ക ചമ്മന്തിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായ ഒരു ദിവസത്തെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും വരുന്ന ദിവസങ്ങളിലേക്കുള്ള എനർജി ലെവലിലേക്കും ഇത്രയും ഭക്ഷണം മതിയാവും. അപ്പോൾ എങ്ങനെയാണ് ആരോഗ്യകരമായൊരു ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോവുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത്. ലോങ് വീഡിയോസ് ഇനിയുള്ള ദിവസങ്ങളിലും ഇടാം. ക്ഷമയോടുകൂടി കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. വിജി.